ഹായ് ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് പുതിയ വർക്കൗട്ട് സീരീസുമായിട്ട്. നമ്മൾ ജെൻസിൻ്റെ വർക്കൗട്ട് മാത്രമേ അപ്ലോഡ് ചെയ്യണുള്ളൂ എന്ന് പറഞ്ഞ് കുറേ വ്യൂവേഴ്സ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ലേഡീസിൻ്റെ വർക്കൗട്ട് കൂടെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന്. സോ ഞാൻ വിചാരിച്ചു ലേഡീസിൻ്റെ വർക്കൗട്ട് ബിഗിനർ സീരീസ് കുറച്ച് സീരീസ് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഡെമോൺസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഡോക്ടർ രേവതി പി ആണ് കൂടുതലുള്ളത്. സോ ഷീ വിൽ ബി ഡെമോൺസ്ട്രേറ്റിംഗ് ദ എക്സസൈസസ്. ബേസിക് ബിഗിനേഴ്സ്, അതായത് ഇതുവരെയും ജിമ്മിൽ പോകാത്തവർ ഫസ്റ്റ് ടൈം ജിമ്മ് വിസിറ്റ് ചെയ്യുകയാണോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ വർക്കൗട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്നവരായാലും അവർക്ക് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള എക്സസൈസാണ് ഞാൻ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നിങ്ങൾ വാച്ച് ചെയ്യുക, ട്രൈ ചെയ്യുക. സോ നമുക്ക് മെയിൻ വർക്കൗട്ടിലേക്ക് കിടക്കാം. ആസ് യൂഷ്വൽ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ വാമപ്പ് മാൻഡേറ്ററി ആയിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇഞ്ചുറീസ് വരാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബേസിക് വാമപ്പ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ പ്രൊവൈഡ് ചെയ്തിരിക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ വാമപ്പ് ചെയ്തതിന് ശേഷം മെയിൻ വർക്കൗട്ടിലേക്ക് കിടക്കുക. ഫയർ ഫീറ്റ് ആണ്, ഫയർ ഫീറ്റ്. യെസ്, ഫയർ ഫീറ്റ്. 50 സെക്കൻഡ്സ് കൗണ്ട് ചെയ്യുക. 50 സെക്കൻഡ്സ് ചെയ്തതിന് ശേഷം റെസ്റ്റ് ചെയ്യുക. വീണ്ടും 50 സെക്കൻഡ്സ് ചെയ്യുക. വീണ്ടും ഒരു 30 സെക്കൻഡ്സ് റെസ്റ്റ് ചെയ്യുക. ഫയർ ഫീറ്റ്സ്. ഇത് നിങ്ങളുടെ അജിലിറ്റി. ഓക്കെ, സ്റ്റോപ്പ്. ഇത് നിങ്ങളുടെ അജിലിറ്റി, സ്പീഡ്, ഇതിലൊക്കെയാണ് വർക്ക് ഓൺ ചെയ്യുന്നത്. അടുത്തതെന്ന് പറയുന്നത് സ്ട്രെങ്ത് ചെയ്യാനായിട്ടാണ്. ലോവർ ബോഡി സ്ട്രെങ്ത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് സ്ക്വാട്ട്സ്, ബോഡി വെയ്റ്റ് സ്ക്വാട്ട്സ് ആണ്. യെസ്, കാല് കുറച്ച് അകത്തി വെച്ചതിന് ശേഷം നീ മുട്ട് 2 ഫ്ലെയർ ഔട്ട്, വെളിയിലോട്ട് ഫ്ലെയർ ഔട്ട് ആവണം. ഫുള്ള് പറ്റുന്ന നിങ്ങളുടെ മൊബിലിറ്റി എത്രയാണ് അതേപോലെ ഫുള്ള് ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുക. പുഷ് ചെയ്യുക, ഇരിക്കുക, പുഷ് ചെയ്തുക. ഓക്കെ, ഫൈൻ. ഇതെന്ന് പറയുമ്പോഴത്തേക്കും 20 റെപ്പറ്റീഷൻ 4 സെറ്റ്. സെയിം 20 റെപ്പറ്റീഷൻ ചെയ്യുക, 4 സെറ്റ് ചെയ്യുക. ഇൻ ബിറ്റ്വീൻ 30 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. യെസ്, പോട്ടെ. 18, 19, 20. ഓക്കെ, ഫൈൻ. സോ ഇതും ഈ ഓരോ സെറ്റ് ഓഫ് എക്സസൈസ് കഴിയുമ്പോഴും നിങ്ങൾക്ക് 2 മിനിറ്റ്സ് വരെ ബ്രേക്ക് എടുക്കാം. ഇൻ ബിറ്റ്വീൻ സെറ്റ്സിൽ 30 സെക്കൻഡ്സ്. അത് എപ്പോഴും മൈൻഡ് വയ്ക്കുക. ഓവറായിട്ട് റെസ്റ്റ് എടുക്കല്, എങ്കിൽ ബോഡി കൂൾ ഡൗൺ ആവും. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്ന വോൾ സിറ്റാണ്. നിങ്ങൾ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് എടുക്കുക, ഒന്നുകിൽ വോളിൽ സപ്പോർട്ട് എടുക്കുക, ഇല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും പില്ലറോ എന്തെങ്കിലും അവൈലബിൾ ആയിട്ടുണ്ടെങ്കിൽ വീട്ടിലായാലും ജിമ്മിലായാലും ഒരു സപ്പോർട്ട് എടുക്കുക. ഷോ കാണിച്ചോ. വോൾ സിറ്റ് 30 സെക്കൻഡ്സ് നിങ്ങൾ വോൾ സിറ്റ് ഹോൾഡ് ചെയ്യണം. ബാക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇരുന്നോ. യെസ്, 90 ഡിഗ്രിയിൽ ഇരിക്കുക. 30 സെക്കൻഡ്സ് ഇത് ഹോൾഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും ബ്രേക്ക് എടുക്കുക. ഒരു 20 to 30 സെക്കൻഡ്സ് ബ്രേക്ക് എടുക്കുക. വീണ്ടും ഈ പൊസിഷനിൽ വരിക. അങ്ങനെ 3 സെറ്റ്സ് ഓഫ് 30 സെക്കൻഡ്സ്. ഓക്കെ, 3 സെറ്റ് ചെയ്യുക വോൾ സിറ്റ്. ഓക്കെ, സോ വോൾ സിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ലോവർ ബോഡിയുടെ വർക്കൗട്ട്, ബിഗിനേഴ്സ് ലെവലിലുള്ള ലോവർ ബോഡിയുടെ വർക്കൗട്ട് നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി അപ്പർ ബോഡിയുടെ വരുമ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പുഷപ്സ് പൊതുവേ ലേഡീസിന് എടുക്കാൻ ഭയങ്കര പാടായിരിക്കും. സോ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മുട്ടിലെടുക്കുക. ഇങ്ങനെ ഫേസ് ചെയ്തു. യെസ്, നീ സപ്പോർട്ട് എടുത്തിട്ട് പുഷപ്സ് എടുക്കാൻ ട്രൈ ചെയ്യുക. ഒരു ബിഗിനേഴ്സിന് പുഷപ്പ് എടുക്കാൻ പൊതുവേ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനിഷ്യലി. സോ അപ്പർ ബോഡി. യെസ്, വെരി ഗുഡ്. പോട്ടെ. 1, 2, 8, 9, 10. ഓക്കെ, ഫൈൻ. ഈ പുഷപ്സ് കഴിഞ്ഞ ഉടനെ സ്ട്രെയിറ്റ് അവേ പ്ലാങ്കിലോട്ട് പോവുക. നിങ്ങൾ അപ്പർ ബോഡി സ്ട്രെങ്തനിങ് ആണ്. നേരെ നെക്സ്റ്റ് പ്ലാങ്കിലോട്ട്. 10 പുഷപ്പ്, 30 സെക്കൻഡ്സ് പ്ലാങ്ക്. പ്ലാങ്ക്. യെസ്, 1, 2, 3, 4. പ്ലാങ്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ഹിപ്പ് പൊങ്ങരുത്, ഹിപ്പ് ഡൗണും ആവരുത്. ഒരു സ്ട്രെയിറ്റ് ലെവൽ പാരലൽ ടു ഗ്രൗണ്ട് ആയിരിക്കണം. യെസ്, 29, 28, 30 സെക്കൻഡ്സ്. സോ 10 പുഷപ്പ്, സ്ട്രെയിറ്റ് അവേ 30 സെക്കൻഡ്സ് പ്ലാങ്ക്. സോ അപ്പർ ബോഡിയുടെ സ്ട്രെങ്തനിങ് വേണ്ടിയാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. സോ അപ്പർ ബോഡിയുടെ വർക്കൗട്ട് ചെയ്തു, ലോവർ ബോഡിയുടെ വർക്കൗട്ട് ചെയ്തു. ഇനി നമ്മൾ ഹോൾ ബോഡിക്ക് വേണ്ടി ഇഞ്ച് വോം ആണ് ചെയ്യാൻ പോകുന്നത്. ഇഞ്ച് വോം. ഷോ. യെസ്, ഇത് ഹോൾ ബോഡി വർക്കൗട്ടാണ്. യെസ്, 2, 3, 18. ഇഞ്ച് വോം ഹോൾ ബോഡിയാണ്. 19. ലാസ്റ്റ് വൺ 20. സോ ഇത് 20 സെറ്റ്സ് ഓഫ് 3 റെപ്പറ്റീഷൻ. 3 തവണ 20 റെപ്പറ്റീഷൻ വെച്ച് നിങ്ങൾ ചെയ്യുക. ഇത് ഹോൾ ബോഡി വർക്കൗട്ടാണ്. സോ ലോവർ ബോഡിക്കുള്ള വർക്കൗട്ട് ചെയ്തു, അപ്പർ ബോഡിക്കുള്ള വർക്കൗട്ട് ചെയ്തു, ഹോൾ ബോഡിക്കുള്ള വർക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇതിൽ ബേസിക് ലെവൽ ജിമ്മിൽ വരുന്നവർക്ക് ചെയ്യാൻ പറ്റിയ അധികം ഇൻറ്റൻസിറ്റി കൂടിയ വർക്കൗട്ടൊന്നുമില്ല, ബേസിക് ലെവലിലാണ്. അപ്പോൾ ലേഡീസിന് ചെയ്യാൻ പറ്റിയ വർക്കൗട്ടാണ്. നിങ്ങൾ വീട്ടിലായാലും ഇത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ, ജിമ്മിലായാലും നിങ്ങൾക്ക് ഒന്ന് ചെയ്യാമെന്നുള്ളൂ. ബിഗിനർ ലെവലിൽ ഇത് ചെയ്യുക. ഓക്കെ, വാമപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വാമപ്പ് ചെയ്യുക. പിന്നെ ഇതിനേക്കാട്ടിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിങ്ങളുടെ ഫുഡ്, ഡയറ്റ്, ന്യൂട്രീഷൻ, റിക്കവറി ഒക്കെ നടക്കണമെങ്കിൽ ഇതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ റിക്കവറി നടക്കുകയുള്ളൂ. സോ ഈ ജിമ്മ് ആസ് യൂഷ്വൽ വിക്ടറി ഫിറ്റ്നസ് പേരൂർക്കട. നിങ്ങൾക്ക് ഫിറ്റ്നസ്
ജേർണി സ്റ്റാർട്ട് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ജിമ്മിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സി യു സൂൺ.